ഇവിടം വൃത്തികേടാക്കല്ലേ. നെയ്യാറിന്റെ കാറ്റ് ശുദ്ധമാക്കുമല്ലോ സ്വാമി. ബ്രഹ്മണേ മൂർത്തിമതേ ഞങ്ങളെ ശിക്ഷിക്കരുത്. നാരായണ യതീന്ദ്രായ ഞങ്ങള് ചത്തുപോകും സ്വാമി. സ്വാമി, ഒരു കടൽ. ഈ തീർത്ഥത്തിലുമുണ്ടായിരുന്നു ഒരു കടൽ. ഇപ്പോ ഈ മണ്ണിന് നാറ്റമുണ്ടോ? ഇല്ല സ്വാമി, പനിനീരിന്റെ മണം, ശിവപെരുമാളിന്റെ ശാന്തത. സ്വാമി വരണം, സ്വാമി ഇരിക്കണം, വരണം. സ്വാമിക്ക് സ്വാമി കഴിക്കാൻ എന്താണ് എടുക്കേണ്ടത്? ഇപ്പോ സംഭാരം കുടിച്ചല്ലേ ഉള്ളൂ. ഇനി അല്പം സദ്ഭാഷണം കഴിഞ്ഞിട്ട് പോരെ ഭക്ഷണം? എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ. നാട്ടിൽ പലയിടത്തും സ്വൈരക്കേടും പ്രശ്നങ്ങളുമാണല്ലോ. പുലയക്കുട്ടി പള്ളിക്കൂടത്തിൽ ചെന്നതിനെ ചൊല്ലിയ പ്രശ്നങ്ങൾ. അറിവും പഠിപ്പും നല്ലതല്ലേ, അതിനെന്താ കുഴപ്പം? മേൽജാതിക്കാർക്ക് ഇഷ്ടമായില്ല, അവരത് തടഞ്ഞു. അറിവിനെ തടയുന്നത് വെളിച്ചത്തെ തടയുന്നത് പോലെയാ. പഞ്ചമി എന്നൊരു കുട്ടിയെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടിപിടി, കുടിലു തകർക്കൽ. പഠിക്കാൻ ഇഷ്ടമുള്ള എല്ലാരെയും പഠിപ്പിക്കണം, അല്ലാതെ അതിനെ തടയുന്നത് ശരിയല്ല. പുലയക്കുട്ടി ചെന്നതിൽ പിന്നെ മറ്റു ജാതി കുട്ടികൾ പള്ളിക്കൂടത്തിൽ ചെല്ലാതായി. ഏതൊക്കെ ആൾക്കാർക്കാ എതിർപ്പ്? മേൽജാതിക്കാർക്കൊന്നും താണജാതിക്കാർ പഠിക്കുന്നതേ ഇഷ്ടമല്ല. താഴ്ന്ന ജാതിക്കാരുടെ നിലപാടെങ്ങനെ? ഈഴവരും ഈ കാര്യത്തിൽ നായന്മാർക്കൊപ്പമാ. അതൊരു വിരോധാഭാസമാണല്ലോ. ഈഴവരോടും ഇല്ലേ ഐത്തം? ചില കാര്യങ്ങളിലുണ്ട്. പിന്നെങ്ങനെ അവർണർക്കെതിരെ നായർക്കൊപ്പം ഈഴവരും പിന്നോക്കക്കാരും നിലകൊള്ളും? ഇതാണ് ശരിക്കും അനീതി. ആരാ ആ കുട്ടി? അല്പം അകലെ ഉള്ളതാ. അവനെന്താ ദൂരെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വിളിക്കൂ ശാസ്ത്രികളെ. അത് വേണോ ഗുരു? ശാസ്ത്രികൾക്ക് ശങ്കയുണ്ടെങ്കിൽ നാം തന്നെ വിളിക്കാം. വേണ്ട സർ, ഞാൻ തന്നെ വിളിക്കാം. കേറി വാ. സ്വാമി, എന്താ കുട്ടിയുടെ പേര്? വേലുക്കുട്ടി. നല്ല പേര്. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ എവനിപ്പോ അനുമതി കിട്ടി. നല്ല കാര്യം.
അപ്പൊ ഇവൻ മിടുക്കനാണ്. നല്ല പോലെ പഠിച്ച് മിടുക്കനാവണം. ഈ പ്രകാശനാളം ആയിരങ്ങൾക്ക് പകർന്നു കൊടുക്കണം. വേലുക്കുട്ടി സംതൃപ്തനായി. ഇവൻ വലിയവനാവും. എന്താ, ശാസ്ത്രികൾക്ക് തൃപ്തിയായില്ലേ? ഗുരു അങ്ങ് തൃപ്തിയായില്ലേ എന്ന് ചോദിച്ചാ ഞാനെന്താ പറയാ? ശാസ്ത്രികളുടെ വാക്കുകളിൽ അത്ര തൃപ്തി കാണുന്നില്ല. ആദ്യമായിട്ടാ ഒരു ഐത്യജാതിക്കാരൻ വീട്ടിൽ കയറുന്നത്. മറ്റെല്ലാവരും കൊട്ടിയമ്പലത്തിന് പുറത്തു നിന്നോളും അല്ലേ? അങ്ങനെയാണ് പതിവ്. കൊട്ടിയമ്പലം കൊട്ടിയടയ്ക്കാനുള്ളതല്ലേ? അതും അമ്പലം ആവണം. സ്നേഹം ചൊരിയുന്ന അമ്പലം. മനസ്സിലായി സ്വാമി. വേലുക്കുട്ടിയുടെ വരവ് ഒരു നല്ല തുടക്കമാവട്ടെ. വേലുക്കുട്ടിയെ എല്ലാരും വരവേൽക്കും. നന്നായി പഠിക്കണം, മിടുക്കനാവണം. വേലുക്കുട്ടി ആരാണെന്ന് അറിയാമോ സ്വാമി? ഇല്ല, ആര്? അയ്യങ്കാളിയുടെ അനിയൻ കിടാത്തനാ. ശാസ്ത്രികളെന്താ അക്കാര്യം നേരത്തെ പറയാത്തത്? അയ്യങ്കാളി, അയ്യങ്കാളി, അയ്യങ്കാളി. അതൊരു ബ്രാഹ്മണന്റെ പേരാണല്ലോ, രാമന്റെ പോലെ. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. താമസിയാതെ നാം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അയ്യങ്കാളിയോട് പറയണം. ശരി സ്വാമി, പറയാം. ഉം. ശരി സ്വാമി. വേലുക്കുട്ടിയുടെ സ്പർശം കൊണ്ട് കൊട്ടിയമ്പലം പവിത്രമായി. അതിനെ ആർക്കു മുന്നിലും കൊട്ടിയടയ്ക്കരുത്. ഇല്ല സ്വാമി, അറിവുകേട് ക്ഷമിക്കണം, അനുഗ്രഹിക്കണം. അറിവേറി വരുമ്പോ പിന്നെ അറിവുകേടുകൾ ഉണ്ടാവില്ല. മഹാഗുരു മഹാഗുരു മഹാഗുരു. എന്താ സ്വാമി ഈ നാടിങ്ങനെ ശപിക്കപ്പെട്ടതായത്? നാടിനൊരു ദോഷവുമില്ല. എത്ര സുന്ദരം! പ്രകൃതിയും ദൈവവും കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുകയല്ലേ? അപ്പോൾ എവിടെയാണ് കുഴപ്പം? ആ, ദീപാരാധന കഴിഞ്ഞ് ഭൈരവൻ എത്തിയോ? കഴിഞ്ഞു സ്വാമി. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? കഴിക്കാം. സംശയമെന്ത്? മനുഷ്യൻ സൃഷ്ടിച്ച കുറെ ആചാരങ്ങൾ. ആചാരങ്ങൾക്ക് അന്ധത ബാധിച്ചാൽ അവ അനാചാരങ്ങളാവും. അനാചാരങ്ങളെ ആരാധിച്ചാൽ മനുഷ്യത്വം തന്നെ നശിച്ചു പോവും. ദൈവം ഇതൊന്നും കാണുന്നില്ല സ്വാമി. ദൈവത്തിനക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. എല്ലാ ജീവജാലങ്ങളോടും ഈശ്വരന് സമഭാവനയും വാത്സല്യവുമാണ്. മനുഷ്യനതില്ലാതെ പോയി. ഉയർന്ന ജാതി എന്നും താഴ്ന്ന ജാതി എന്നും വേർതിരിച്ചല്ലേ കുഴപ്പം? അക്കാര്യത്തിൽ കുഴപ്പക്കാരൻ മനുഷ്യനല്ലേ? ദൈവം മനുഷ്യനെയാ സൃഷ്ടിച്ചത്. വേലിയും മതിലും കെട്ടി മനുഷ്യനെ വേർതിരിച്ചത് മനുഷ്യൻ തന്നെയല്ലേ? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ മാറ്റിത്തരില്ലേ? മനുഷ്യൻ സൃഷ്ടിച്ച വേലികൾ മനുഷ്യൻ തന്നെ പൊളിച്ചു മാറ്റണം. അതിനുള്ള ബുദ്ധിയും ശക്തിയും പ്രകൃതിയും ദൈവവും അവന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ ദൈവം വിചാരിച്ചാൽ അത് നടക്കില്ലെന്നാണ്? ദൈവത്തെ ആ രീതിയിലല്ല കാണേണ്ടത്. പ്രകാശം ദൈവമാണ്. പക്ഷെ പ്രകാശിക്കുന്ന ദീപത്തെ ഇരുട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോ അന്ധകാരം മാറിക്കിട്ടും. അത് മനുഷ്യന് ചെയ്യാനാവുമല്ലോ. ശരിയാണ്. ചോറിൽ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റാൻ മനുഷ്യനാവും. അതിന് അന്നദാനപ്രഭു വേണ്ടല്ലോ. വഴിമാറിക്കൊടുത്തില്ലെങ്കിൽ തല്ലും, തൊഴാൻ പോയാൽ തൊഴി. വേദം ചൊല്ലുന്ന ഒളിച്ചു കേട്ടാൽ പോലും തിളച്ച ഈയം കാതിലൊഴിക്കും. എന്തെല്ലാം സഹിച്ചാലാണ് ജന്മം ഒടുങ്ങുക? ഇത്രയൊക്കെ ശിക്ഷിക്കാൻ ഞങ്ങൾ എന്തു പാപം ചെയ്തു സ്വാമി? പാപം ചെയ്യുന്നത് നിങ്ങളല്ല, അനാചാരങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ്. ചാതുർവർണ്ണ്യം ഈശ്വര സൃഷ്ടി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടോ സ്വാമി? ഗീതയിൽ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. ഗീത അമൃതകണങ്ങളാണ്. അതിൽ മണ്ണും കരടും പിൽക്കാലത്ത് വന്ന വിരുദ്ധന്മാർ വ്യാഖ്യാനിച്ചിട്ടതാകും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ ചാപ്പകുത്തിയ എന്തിനാണ്? സങ്കുചിത ബുദ്ധിയാണ് ആ വേർതിരിവിന് പിന്നിൽ.
അതിന് ഒരു ശാസ്ത്രീയതയുമില്ല. ലോകം മുഴുവൻ വെളിച്ചം വിതറാൻ ഒരേ സൂര്യനെയും ഒരേ ചന്ദ്രനെയുമാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ വിശാല ഹൃദയനും കാരുണ്യവാനുമായ ദൈവം മനുഷ്യനെ പലതായി വേർതിരിക്കുമെന്ന് പറയുന്നത് എത്ര ബാലിശമാണ്. അപ്പോ ജാതിയെ ഇല്ലെന്നാണ്. എന്ന് നാം പറഞ്ഞില്ലല്ലോ. മനുഷ്യരിൽ 2 ജാതിയുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും എന്നപോലെ ആൺജാതിയും പെൺജാതിയും. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നീടുന്നു സന്തതി, നരജാതിയിതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. നരജാതിയിൽ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും, പറയൻ താനുമെന്നുള്ളതന്തരം നരജാതിയിൽ. നമശിവായ നമശിവായ ഓം നമശിവായ 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 നമശിവായ. ഞാൻ ശ്രദ്ധിച്ചു. ഭൈരവൻ ശാന്തിയുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ്. പുതിയ ജപങ്ങൾ തുടങ്ങിയോ? ജപങ്ങളല്ല, മഹാഗുരുവിന്റെ കടാക്ഷം. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ യോഗീശ്വരൻ വെറുമൊരു മനുഷ്യനല്ല. ഈ കൃമികീടത്തിന് സ്വാമിയുടെ ശരണത്തിൽ അഭയം നൽകിയത് ഞാൻ ചെയ്ത പുണ്യം കൊണ്ട്. ഈ ജീവനും സ്വാമിക്ക് എന്നേ സമർപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും അറിയാം. അല്ല, പെട്ടെന്നെന്താ ഉണ്ടായത്? കൊടിതൂക്കി മലയിൽ സ്വാമി ധ്യാനത്തിലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. എന്റെ മനസ്സ് വല്ലാതെ പിടച്ചുപോയി. ഭക്ഷണമില്ലാതെ സ്വാമി എങ്ങനെ? സ്വാമിക്ക് ഭക്ഷണമൊന്നും പ്രശ്നമല്ല. അറിയാം. പക്ഷേ ഞാൻ ഭക്ഷണമായി മല കയറി മുകളിലേക്ക്. അവിടെ കണ്ടത് എന്തു ബിംബവിഭാവസുക്കളിടം വലം നയനങ്ങളാമെന്തു ബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കന്നമണ്ഡലമണ്ഡലീകൃതഗന്ധപാളിയുമെന്നുടെ കണ്ണിണയ്ക്കു തിഥി ഭവിക്കണമെപ്പോഴും ഗുഹപാഹിമാ. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്രയോ വട്ടം. മനസ്സ് മല പോലെ നിശ്ചലമാകുമ്പോൾ, ചിത്തത്തിൽ ചിതാകാശം തെളിയുമ്പോൾ ഓരോ ശബ്ദത്തിലും ഭഗവാനുണ്ട്. ശബ്ദസ്വരൂപനാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ പ്രസാദിക്കണം. ദുരാചാരികളുടെ ചിത്തഭ്രമവും സംസാരഭ്രമവും തീർക്കുവാൻ ജ്ഞാനപ്പഴ മാധുര്യം കൊണ്ടേ അനാചാരങ്ങളുടെ കയ്പ് മാറ്റാൻ കഴിയും. ജ്ഞാനപ്പഴ മധുരമല്ലേ അങ്ങയുടെ വാക്കും കർമ്മങ്ങളും? ഇച്ഛ പോലെ എല്ലാം നടക്കും. വേലന് ഉറപ്പാണോ? ശുഭലക്ഷണങ്ങൾ അങ്ങനെ അരുളുന്നു. ഭൈരവ, ഭൈരവ, ഭൈരവൻ കണ്ടുവല്ലേ? കണ്ടു സ്വാമി. കണ്ണു നിറയെ ബോധം മറയോളം കണ്ടു സ്വാമി. ഭൈരവൻ
കണ്ടെങ്കിൽ നിനക്ക് ദീർഘായുസ്. കേവല മനുഷ്യജന്മത്തിൽ അസാധ്യമാണിത്. സുബ്രഹ്മണ്യ സ്വാമിയോ? കയ്യിൽ ദണ്ഡുമായി ആണ്ടിവേലായുധം, മയിൽ വാഹനം എല്ലാം കണ്ടു. മഹാഗുരുവിന്റെ കൃപ, നമ്മുടെ ജീവിതം, ഗുരുകടാക്ഷം. നാരായണമൂർത്തിയാണ്, ഗുരുവാണ്, പരദൈവമാണ്. ജീവിതം നിയോഗങ്ങളിലൂടെയുള്ള ഒരു പ്രയാണമാണ്. നിയോഗങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ വിശ്രമമില്ല. നാമും ബ്രഹ്മവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. അല്ല, ബ്രഹ്മപ്പൊരുളിന്റെ ഇച്ഛ നമ്മിലൂടെ നടത്തപ്പെടുന്നു. അരുവിപ്പുറത്തെ നിയോഗങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞതുപോലെ ശിവമയമായ പ്രപഞ്ചത്തിന്റെ ഒരു സ്വരൂപം ശങ്കരൻ ഇവിടെ അഭയമരുളിക്കഴിഞ്ഞു. അഗസ്ത്യമാമുനി പെരുമാളിന്റെ ചൈതന്യം ഉൾക്കൊണ്ട ചൈതന്യലിംഗം ഇനിയത് അനശ്വരമാകും. പുതിയ കർമ്മസ്ഥാനങ്ങൾ കണ്ടെത്തണം. ശിവമയമായൊരിടം കണ്ടെത്തണം. അതാണ് അടുത്ത നിയോഗം. വിശ്രമിക്കാൻ തെല്ലും സമയമില്ല. വാടിക്കരിഞ്ഞ ജനതയെ ഊശ്വരതയിലേക്ക് ഉയർത്തണം. ശിവപെരുമാളെ കരുത്ത് നൽകുക. കണ്ഠമായി മൊഴിഞ്ഞു വന്നിടുന്നു സർവവ്യാപിയ മഹാഗുരു. ആശയങ്ങളാഴികൾക്ക് തുല്യമായി പറഞ്ഞു തന്ന ജ്ഞാനനായകൻ മഹാഗുരു. മഹാഗുരു മഹാഗുരു അഗ്നി, അഗ്നിയാണ്. ഇരുണ്ട യുഗത്തിന്റെ മറനീക്കാൻ ഇതിലും വലിയൊരു അഗ്നിയുടെ ജ്വലിക്കും. അതിന്റെ ജ്വാല താങ്ങാൻ തയ്യാറെടുത്തുകൊള്ളുക. അത് വെറും അഗ്നിയല്ല, തീഷ്ണജ്വാലയുള്ള യാഗാഗ്നി. മഹാഗുരു 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 മഹാഗുരു